all, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗിൽ ഫേക്ക് ബ്രേക്ക്ഔട്ടുകളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെ വോളിയം അനാലിസിസ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. സോ നമുക്ക് NSE ഫ്രീ ആയിട്ട് തരുന്ന രണ്ട് ഡേറ്റയേ ഉള്ളൂ. ഒന്ന് പ്രൈസും മറ്റൊന്ന് വോളിയമാണ്. ബാക്കിയെല്ലാം നമുക്ക് ഒന്നല്ലെങ്കിൽ പെയ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഡിലേഡ് ആയിട്ടോ ഒക്കെയാണ് NSE തരുന്നത്. എന്നാൽ പ്രൈസും വോളിയം പക്ക പെർഫെക്റ്റ് ടൈമിങ്ങിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ബിഗിനേഴ്സിനുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ്? പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് ചെയ്യുമ്പോൾ ഫേക്ക് ബ്രേക്ക്ഔട്ടുകളിൽ കൊണ്ടുപോയിട്ട് തല വയ്ക്കുന്നു, വലിയ ലോസ് മേടിച്ച് പോക്കറ്റിൽ വയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് കൂടി നമ്മൾ വോളിയം അനാലിസിസ് പഠിക്കുന്നു, ഫേക്ക് ബ്രേക്ക്ഔട്ടിൽ നിന്ന് രക്ഷ നേടുന്നു. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ്. നിങ്ങൾ ഗ്രോ മലയാളം യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് വോളിയം അനാലിസിസ്? എങ്ങനെ നമുക്ക് വോളിയം ഉപയോഗിച്ച് ഫേക്ക് ബ്രേക്ക്ഔട്ടുകളെ ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഇതെല്ലാം പഠിക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്താണ്? പ്രൈസ് ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിന്റെ മൂവ്മെന്റുകൾ നമ്മൾ സ്ട്രക്ചേഴ്സ് ആയിട്ടോ പാറ്റേൺസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം, ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പോലുള്ള പാറ്റേൺസ് വെച്ചിട്ട് നമ്മൾ മാർക്കറ്റിനെ അനാലിസിസ് ചെയ്യുന്നു. നമ്മൾ നിക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി ചെയ്യുന്നു. ഒരു പക്ഷേ നമ്മളെ പറ്റിച്ചുകൊണ്ട് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വരാറുണ്ട്. നമുക്ക് അങ്ങനെ വലിയ ലോസുകൾ സംഭവിക്കാറുണ്ട്. എന്നാൽ ഇനി മുതൽ നമുക്കത് സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ ഇനി മുതൽ വോളിയം കൂടി ഇതിൻ്റെ കൂടെ നോക്കുന്നതാണ്. സോ ഇതിനു മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ആണ്, അല്ലെ? എന്താണ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്, എപ്പോഴാണ് കൺസോളിഡേഷൻ, എന്താണ് അപ് ട്രെൻഡ്, എന്താണ് ഡൗൺ ട്രെൻഡ് എന്ന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് വേണം. ഇനിയും എന്താണ് വോളിയം? ബയേഴ്സ് വോളിയം, സെല്ലേഴ്സ് വോളിയം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറയാൻ പറ്റത്തില്ല. ഒരു വോളിയത്തിൽ ആരൊക്കെയുണ്ട്? ഒരു ബയ്യറും ഉണ്ട്, ഒരു സെല്ലറും ഉണ്ട്. എന്നാൽ നമ്മൾ വോളിയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ചില സ്ഥലത്ത് നമുക്ക് അബ്നോർമൽ വോളിയം ട്രേഡ് നടക്കുന്നുണ്ടാവും, കൂടുതൽ വോളിയംസ് നടക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ വോളിയംസ് നടക്കുന്നത്? സോ നമ്മൾ ഉച്ചയ്ക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലത്തോട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കോഴിക്കോട് പോവാണ്. കോഴിക്കോട് സിറ്റിയിൽ പോയിട്ട് നമുക്കൊരു ബിരിയാണി കഴിക്കണമെന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവാണ്. നമ്മൾ എവിടെ നിന്നായിരിക്കും ബിരിയാണി കഴിക്കുക? കോഴിക്കോട് ഏറ്റവും തിരക്കുള്ള, ഏറ്റവും അടിപൊളി ബിരിയാണി കിട്ടുന്ന കടയിൽ, ഏറ്റവും തിരക്കുള്ള കടയിലായിരിക്കും നമ്മളും പോയി ക്യൂ നിന്ന് ബിരിയാണി വാങ്ങി കഴിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ആ കടയിൽ തന്നെ പോകുന്നത്? ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇടിയുണ്ടാക്കി വാങ്ങുന്നത് നല്ല സാധനമാണ്, അല്ലെങ്കിൽ അവിടെ ഭയങ്കര ഡിമാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങും. അപ്പോൾ ഇത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലും ആക്ച്വലി നടക്കുന്നത്. ആക്ച്വൽ ഒരു ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ അവിടെ കൂടുതൽ പാർട്ടിസിപ്പേഷൻ, കൂടുതൽ വോളിയം നടക്കുകയും ആ ഒരു മേജർ ട്രെൻഡിൽ കൂടുതൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ആ ട്രെൻഡ് ഒരു മേജർ ട്രെൻഡായിട്ട് മുകളിലോട്ടോ അല്ലെങ്കിൽ താഴത്തോട്ടോ, ഫോർ ഡൗൺ സൈഡ് ആണെങ്കിൽ ഡൗൺ സൈഡിലോട്ടും അല്ലെങ്കിൽ അപ്സൈഡ് ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ അപ്സൈഡിലോട്ടും പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു വോളിയത്തിൽ ഒരു ബയ്യറും ഉണ്ട്, ഒരു സെല്ലറും ഉണ്ട്. കീപ്പ് ഓൺ ബൈങ് നടക്കുമ്പോഴാണ് പല സമയത്തും ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ അപ്സൈഡിലോട്ട് കൃത്യമായിട്ട് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ഒറിജിനൽ ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് മാർക്കറ്റിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു അബ്നോർമൽ ട്രേഡിംഗ് ആക്ടിവിറ്റി നടക്കുന്നുണ്ടാകാം. സോ അതായത് ഇപ്പോൾ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ ഹൈ ബ്രേക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ബ്രേക്ക് ഔട്ട് ഫേക്ക് ആണെങ്കിൽ അവിടെ ഒരു സ്പൈക്ക് അടിക്കുകയും വോളിയം കൂടാതെ തന്നെ തിരിച്ചു വരികയൊക്കെ ചെയ്യും. എന്നാൽ അതൊരു ഒറിജിനൽ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ എന്ത് പറ്റും? അതൊരു ബ്രേക്ക് ഔട്ട് നടത്തുകയും ബ്രേക്ക് ഔട്ട് നടത്തുന്ന സമയത്തും നടത്തിയതിന് ശേഷം ഒരു അബ്നോർമൽ ആക്ടിവിറ്റി അവിടെ നടക്കും. സോ പല ആൾക്കാരുടെ സ്ക്രീനറിലൊക്കെ ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷമായിരിക്കും ഒരു സ്റ്റോക്ക് വരുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇത് കേട്ടറിഞ്ഞ് വീണ്ടും ഈ ഒരു സ്റ്റോക്കിനെ ബൈ ചെയ്യാനായിട്ട് വരികയും ഈ ഒരു സ്റ്റോക്ക് കൂടുതൽ റാലി, ശക്തമായ റാലിയോടുകൂടി മുകളിലോട്ട് പോവുകയും ചെയ്യും. സോ ഇതൊന്നും ഇല്ലാതെ, ഈ വോളിയം ഒന്നും ഇല്ലാതെ നമ്മൾ വെറുതെ പ്രൈസ് ആക്ഷൻ മാത്രം നോക്കുകയാണെങ്കിൽ നമുക്കിത് ജസ്റ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ, വോളിയം കൂടുന്നില്ല, ജസ്റ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു പക്ഷെ പോയിട്ട് എൻട്രി എടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മളിവിടെ വോളിയം കൂടി പരിഗണിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഫേക്ക് ബ്രേക്ക് ഔട്ടുകൾ തലവെക്കില്ല. സോ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നേരെ ചാർട്ട് ഷെയർ ചെയ്യാം. ചാർട്ട് ഷെയർ ചെയ്തിട്ട് ഇത് രണ്ടും അനാലിസിസ് ചെയ്തുകൊണ്ട് നിങ്ങളെ കൃത്യമായിട്ട് ഞാനിത് എക്സാമ്പിൾസോട് കൂടി കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, നിങ്ങൾ അവസാനം വരെയും കൃത്യമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ കാണുന്നത് BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഡെയിലി ചാർട്ടാണ്. ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഡെയിലി ടൈം ഫ്രെയിം എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. സോ ഇതൊരു പ്രോപ്പർ ഹൈ സ്ട്രക്ചറിൽ മുകളിലോട്ട് പോകുന്ന ഒരു
ഒരു ചാർട്ട് തന്നെയാണ്. നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം നോക്കുമ്പോൾ ഒരു വലിയ യു ഷേപ്പ് അല്ലെങ്കിൽ ഒരു വലിയ കൺസോളിഡേഷൻ സ്റ്റേജ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിന് ശേഷമാണ് ആക്ച്വലി ഈ ഒരു സ്റ്റോക്കിൽ ഒരു അപ്പ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു വലിയൊരു കൺസോളിഡേഷൻ റേഞ്ചിന് ശേഷമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു അപ്പ് ട്രെൻഡ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഹൈ സ്ട്രക്ചർ വെച്ച് പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ഈ ഒരു യു ഷേപ്പ് ആർക്കും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് നോക്കൂ, ഈ ഒരു റെസിസ്റ്റൻസ് എപ്പോഴാണ് ബ്രേക്ക് ചെയ്തത്, ഈ ഒരു ബ്രേക്ക് ഔട്ട് ഒറിജിനൽ ആണോ അതോ ഫേക്ക് ആണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൽ പോവുക, നേരെ വോളിയം ആഡ് ചെയ്യുക. ഇൻഡിക്കേറ്റേഴ്സിൽ ജസ്റ്റ് വോളിയം ഇങ്ങനെ ആഡ് ചെയ്യുക. ഇപ്പം നെറ്റ് വോളിയം അല്ലെങ്കിൽ ടോട്ടൽ വോളിയം. അപ്പം ഇതിനകത്ത് ആദ്യത്തെ വോളിയം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇവിടെ താഴെ വോളിയം കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ഒരു കൺസോളിഡേഷന്റെ പല സമയത്തും നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ വോളിയം കാണാനായിട്ട് സാധിക്കുന്നില്ലേ? സോ ഈ ഒരു ഭാഗത്ത് നമുക്ക് വലിയൊരു ഗ്രീൻ വോളിയം കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കത് വളരെ വിസിബിൾ ആയിട്ട് തന്നെ തിരിച്ചറിയാം. ഇപ്പോൾ ഈ ഒരു ഭാഗം നോക്കൂ, ഒരു ബുള്ളിഷ് വോളിയാണ്. ഇനി ഈ ബ്രേക്ക് ഔട്ട് നടന്ന സമയത്ത് നോക്കൂ, ഒരു ഹ്യൂജ് വോളിയാണ് നടന്നിരിക്കുന്നത്. എഗെയിൻ അടുത്ത റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അടുത്ത മൂവ്മെന്റിന്റെ സമയത്ത് എന്താണ്, ഒരു ഹ്യൂജ് വോളിയാണ്. അപ്പോൾ ഓരോ തവണ കറക്റ്റ് ചെയ്യുമ്പോഴും വോളിയം കുറയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഒരു അപ്രാലി എഗെയിൻ ഒരു കറക്ഷൻ, ആ കറക്ഷന്റെ സമയത്ത് ആക്ടിവിറ്റി കുറയുകയും ആക്ച്വൽ ട്രെൻഡിന്റെ സമയത്ത് വോളിയം കൂടുകയും ചെയ്യുന്നത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട്. ആ സമയത്തും ആക്ടിവിറ്റി ആ ഒരു അപ്രാലി പോയതിന്റെ അത്രയും സ്ട്രോങ് അല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അതായത് മാർക്കറ്റ് ഹയർ ഹൈസ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് പോകുമ്പോൾ എപ്പോഴും ഇതിന്റെ മേജർ വേവിലാണ് അല്ലെങ്കിൽ മേജർ ട്രെൻഡിലായിരിക്കും ഹയർ വോളിയം സെൻറ്റർ ആകുന്നത്. അപ്പോൾ ഈ ഒരു വോളിയം മാത്രം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പല ബ്രേക്ക് ഔട്ട്സും പല ട്രെൻഡുകളും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്കറിയാം, ഇതാണ് ഇവിടെ ഒരു സിംഗ് ലോ എന്ന് പറയുന്നത്. BSEയിൽ ഈ ഒരു ഭാഗമാണ് ഒരു സിംഗ് ലോ. നമ്മൾ ചാർട്ട് വെച്ച് വരയ്ക്കുകയാണെങ്കിലും നിങ്ങൾക്കത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ സിംഗ് ലോയിൽ നിന്ന് എഗെയിൻ ഒരു ബൗൺസ് ഉണ്ടാകുകയാണെങ്കിൽ, ഈ സിംഗ് ലോയിൽ നിന്ന് ഇവിടെ വരെ വന്ന മാർക്കറ്റ് എഗെയിൻ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു വോളിയം സ്പൈക്ക് കൂടി ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു അപ്രാലിയനെ ഒരു പ്രോപ്പർ അപ് ട്രെൻഡ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പൊ ഈ രീതിയിൽ നമുക്ക് പല ചാർട്ടുകളിലും ഒരു ട്രെൻഡ് എന്താണോ അങ്ങോട്ടേക്ക് വോളിയം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇത് വോളിയത്തിൽ നമുക്ക് മൂവിങ് ആവറേജ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ആവറേജ് വോളിയം എവിടെ, നമ്മുടെ ക്യാൻഡിൽ ആവറേജ് വോളിയത്തിന് മുകളിലാണോ എന്നൊക്കെ നമ്മൾ നേരെ വോളിയത്തിന്റെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ സ്റ്റൈലിൽ പോയിട്ട് വോളിയം MA വോളിയം മൂവിങ് ആവറേജ് എന്ന് പറയുന്ന ഒരു സാധനം ഓണാക്കി ഇടാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തു. ദെൻ ഇൻപുട്സ്, എത്ര ദിവസത്തെ മൂവിങ് ആവറേജ് ആണ് വേണ്ടത്. ഇവിടെ 20 കിടക്കുന്നത്, നമുക്കൊരു 50 ഇട്ടു. 50 ദിവസത്തെ ആവറേജ് മൂവിങ് ആവറേജ് എത്രയാണെന്നുള്ളൊരു ലൈൻ നമുക്കിവിടെ വോളിയത്തിന്റെ അവിടെ കാണാം. അപ്പൊ ഈ ഒരു ലൈനിന്റെ മുകളിലാണെങ്കിൽ അവിടെ ആക്ടിവിറ്റി കൂടുതലാണെന്നും ഈ ലൈനിന്റെ താഴെയാണെങ്കിൽ അവിടെ ആക്ടിവിറ്റി കുറവാണെന്നുമുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടുകയും ഒരു പ്രോപ്പർ ട്രെൻഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു വോളിയം അനാലിസിസിലൂടെ നമുക്ക് ഫേക്ക് ബ്രേക്ക് ഔട്ടുകൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഫേക്ക് ബ്രേക്ക് ഔട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അത് മാത്രമല്ല ആക്ച്വൽ ബ്രേക്ക് ഔട്ടുകൾ കണ്ടുപിടിക്കാനും ആ ഒരു ട്രെൻഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും വോളിയം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ബ്രേക്ക് ഔട്ടുകളിൽ നിങ്ങൾ റീടെസ്റ്റുകൾ വളരെ കൃത്യമായിട്ട് പരിഗണിക്കണം. കാരണം ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും റീടെസ്റ്റ് ചെയ്യാനായിട്ട് ചില പോയിന്റുകൾ വരും. അത് 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമൊക്കെ വന്നിട്ട് റീടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു സിംഗ് ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മേജർ വോളിയത്തിന് മുകളിലോട്ട് വീണ്ടും ട്രേഡ് നടക്കുകയാണെങ്കിൽ അതൊരു അബ്നോർമൽ റാലി ആകാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്, ഓരോ തവണയും റീടെസ്റ്റ് നടക്കുമ്പോൾ അവിടെ കൂടുതൽ ഇപ്പോൾ ഒരു അപ് ട്രെൻഡ് പോയതിന് ശേഷം റിവേഴ്സൽ വന്ന് ഓരോ പ്രാവശ്യവും റീടെസ്റ്റ് നടക്കുമ്പോൾ കൂടുതൽ സെല്ലേഴ്സിന്റെ എൻട്രി എടുക്കുകയും അവർ ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്തിരിക്കുകയും ചെയ്യും. അപ്പോൾ 1, 2, 3 പ്രാവശ്യം റീടെസ്റ്റ് നടന്നു. അപ്പോൾ അത്രയും കൂടുതൽ സെല്ലേഴ്സ് അവിടെ ആക്റ്റീവായി. അതിനുശേഷം ഈ സെല്ലേഴ്സിനെ എല്ലാം തുടച്ചു മാറ്റിക്കൊണ്ട് ഒരു അപ്രാലി വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഒരു അപ്രാലി ഓൾറെഡി
സ്റ്റാർട്ട് ചെയ്തു. ഈ സെല്ലേഴ്സ് എല്ലാം പൊസിഷൻസ് എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഒരു സെല്ലർ പൊസിഷൻ എക്സിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, അത് കൂടുതൽ ബൈയിങ് ട്രെൻഡിലോട്ട് പോവുകയും കൂടുതൽ ബൈ വോളിയംസ് മാർക്കറ്റിൽ വരികയും അവിടെ ആക്ടിവിറ്റി കൂടുകയും ആ ഒരു ട്രെൻഡ് കൂടുതൽ ശക്തമായിട്ട് മുകളിലോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ്. സോ ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് ചെയ്യുമ്പോൾ വോളിയത്തിൻ്റെയും അതുപോലെ തന്നെ ഈ റീടെസ്റ്റിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കുക. വോളിയം അനാലിസിസ് കൂടുതൽ ചെയ്തുകൊണ്ട് വളരെ മികച്ച അക്യുറേറ്റ് ആയിട്ടുള്ള കൂടുതൽ ട്രേഡുകൾ എടുക്കുക. സോ അപ്പോൾ ട്രേഡ് ചെയ്യാൻ എത്ര ടൈപ്പ് ഓഫ് സാധനങ്ങൾ വേണം, നമ്മൾ ആദ്യം സൂപ്പർ ട്രെൻഡ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിച്ചു, എങ്ങനെ സ്ട്രക്ചർ ഹയർ ഹൈസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിച്ചു, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു യുദ്ധത്തിന് ഇറങ്ങുന്ന പോലെയാണ്. നമുക്ക് മാക്സിമം ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ വെക്കുക. എന്നാൽ നമുക്ക് നമ്മുടെ യുദ്ധത്തിന് പരാജയപ്പെടുത്തുന്ന രീതിയിൽ ഓവർ ഹെവി ആയിട്ടുള്ള ആയുധങ്ങൾ നമ്മൾ ഉപയോഗിക്കരുത്. അത് തന്നെയാണ് നമ്മൾ ട്രേഡിങ്ങിൽ ചെയ്യേണ്ടത്. നമ്മൾ ട്രേഡിങ്ങിൽ എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡുകൾ എങ്ങനെ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ട് അത് നമ്മുടെ മെത്തേഡായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക, നമ്മുടെ സിസ്റ്റമായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്കൊരു സക്സസ്ഫുൾ ട്രേഡറായിട്ട് മാറാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു അടിപൊളി ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.